എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കണമെന്ന് ആദ്യമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കേരള ഫിഷറീസ് ജോയിന്റ് കൗൺസിൽ ആസൂത്രണം ചെയ്ത ഒരു പ്രകടനത്തിലാണ് നമ്മളിപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ പ്രകടനം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ട് എന്തിന് ഞാൻ ഇതിനെ സംബന്ധിച്ച് ഈ ചോദ്യങ്ങള് പലരും എന്നോട് ചോദിക്കുകയുണ്ടായി. ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തില് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് എന്റെ ശുശ്രൂഷയ്ക്ക് പരമേൽപ്പിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും മത്സ്യത്തൊഴിലാളികളാണ്. മതഭേദമന്യേ മത്സ്യത്തൊഴിലാളികൾ നേരിട്ടുന്ന അപകടങ്ങളും അനുഭവിക്കുന്ന ആവശ്യകതകളും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഈ അടുത്ത കാലത്തെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തില് കണ്ണുമടച്ചിരിക്കുവാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സംഘാടകര് ഇതിനെന്നെ ക്ഷണിച്ചപ്പോഴും സന്തോഷപൂർവ്വം ഇതിൽ വരാമെന്ന് ഞാൻ സമ്മതിച്ചത്. ഒരു മത മേലധ്യക്ഷനായ ഞാൻ കക്ഷി രാഷ്ട്രീയത്തില് ഇടപെടാറില്ല. അതുകൊണ്ട് എന്റെ ഇന്നത്തെ ഇവിടുത്തെ സാന്നിധ്യം ഈ പ്രകടനം രാഷ്ട്രീയത്തിന് അതീതമായ ഒന്നാണെന്ന് വ്യക്തമാക്കുന്നതാണ്. രാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്നു നിന്നുകൊണ്ട് എല്ലാവരോടും, ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും ചില സത്യങ്ങള് അവ ചിലർക്കെല്ലാം അപ്രിയമായിട്ട് തോന്നാമെങ്കിലും വിളിച്ചു പറയേണ്ട ഒരു ബാധ്യത എന്നെപ്പോലെയുള്ളവർക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിന് മത്സ്യത്തൊഴിലാളികള് സംഘടിപ്പിക്കുന്ന ഈ പ്രകടനത്തിൽ സംബന്ധിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. ഈ പ്രകടനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് എന്നോട്. ഒന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത്, ഇതിന്റെ വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത്, പല തട്ടുകളായിട്ട് വിഭജിച്ചു നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളെ ഏകോപിപ്പിക്കുവാനായിട്ട് ഈ പ്രകടനത്തിലൂടെ ഒരു നല്ല പരിധി വരെ സാധിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികള് യൂണിയനുകളുണ്ട്, സംഘടനകളുണ്ട്, ബോട്ട് തൊഴിലാളികളുണ്ട്, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇവരെല്ലാം ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാരണം ഇതുവരെ അങ്ങിങ്ങായിട്ട് മാറി മാറി നിൽക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്തെ ദാരുണമായിട്ടുള്ള വേദനിപ്പിക്കുന്ന സംഭവ വികാസങ്ങളുടെ പേരില് എല്ലാവർക്കും ഒന്നു ചേരുവാനും ഒത്തൊരുമിച്ച് മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്തിന് വേണ്ടി നിൽക്കുവാനുമുള്ള സന്മനസ്സുണ്ടായി. അതാണ് ഈ പ്രകടനത്തിലൂടെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ തെളിയിക്കുന്നത്. നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും മത്സ്യത്തൊഴിലാളികളുടെ പാതയിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ചും അവർക്കർഹമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ചും അവർ സഹകരിക്കേണ്ട മേഖലകളെ കുറിച്ചും മത്സ്യത്തൊഴിലാളികളെ ഒന്നടങ്കം ബോധ്യമാക്കുവാനും ഈ പ്രകടനം ഉപകരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കൂടാതെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ആ ആവശ്യകതകളെ കാണുവാനും അവരോട് അനുഭാവപൂർവമായിട്ടുള്ളൊരു സമീപനം എടുക്കുവാനും വേണ്ട രീതിയിൽ സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ ഉണർത്തുവാനായിട്ട് ഇത്തരം പ്രകടനങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനായിട്ട് തോന്നിപ്പോകുന്നു. പല മാധ്യമ പ്രവർത്തകർ തന്നെയും എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. കഴിഞ്ഞ 15-ാം തീയതിയിലും അതുപോലെ തന്നെ ഈ ആരംഭത്തിലും ഉണ്ടായ നിർഭാഗ്യകരവും വേദനാജനകവുമായിട്ടുള്ള സംഭവങ്ങളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകള് ഗൗരവമായി കാണുകയും സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളുകയും ചെയ്തിട്ടില്ലേ? പിന്നെ എന്തിനാണ് അവയൊക്കെ അംഗീകരിക്കുകയും അവരുമായിട്ട് സഹകരിക്കുകയും ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നുവെന്ന് പലരും ചോദിക്കുകയുണ്ടായി. സർക്കാരും സർക്കാരുടെ സംവിധാനങ്ങളും ചെയ്ത് നല്ല കാര്യങ്ങളെ കുറച്ചു കാണുകയോ അത് അംഗീകരിക്കാതിരിക്കുകയോ ഞങ്ങൾ ചെയ്യുന്നില്ല. വളരെ വിദഗ്ധമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആദ്യത്തെ കപ്പലും
അല്പം താമസിച്ചാണെങ്കിൽ തന്നെയും രണ്ടാമത്തെ കപ്പലും കണ്ടെത്തുവാനായിട്ട് സർക്കാർ സംവിധാനങ്ങളും മുൻകൈയെടുക്കുകയുണ്ടായി. അന്താരാഷ്ട്ര സമ്മർദ്ദനങ്ങൾ ഉണ്ടായിട്ട് പോലും നിയമാനുസൃത നടപടികളിൽ ഉറച്ചു നിൽക്കുമെന്ന് ഒരു വാഗ്ദാനവും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല ഫിഷറീസ് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ബാബുവും മന്ത്രി ശ്രീ ബേബി ജോണുമെല്ലാം വേദനിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും സാമ്പത്തിക സഹായം നൽകുവാനും മുന്നോട്ട് വന്നു. ഇവരോടൊക്കെ ഞാൻ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. വളരെയധികം പ്രോത്സാഹജനകമായിട്ടുള്ള പ്രതികരണങ്ങളാണ് അവരിൽ നിന്നും എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇതൊന്നും ഞാൻ മറക്കുന്നില്ല. കടലിലെ ആ സുരക്ഷാ സന്നാഹങ്ങള് കാര്യക്ഷമമാക്കാമെന്നുള്ള വാഗ്ദാനവും കൂടെ അവര് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണെങ്കിലും എന്റെ പ്രിയ സഹോദരരെ, ഇന്നിതുവരെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ അനുഭവം ഇതാണ്. ചില ജീവൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ചില ഇതുപോലുള്ള കാര്യമായിട്ടുള്ള ചില ഇടപെടലുകൾ ഒഴികെ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനും സംഭവിച്ചാൽ ഉടനടി രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാനും ഇന്നത്തെ നമ്മുടെ സംവിധാനങ്ങൾ തികച്ചും അപര്യാപ്തമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ഇതുപോലൊരു പ്രകടനം ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അന്ന് വളരെയധികം വേദനയോടുകൂടിയാണ് ഞാൻ സംസാരിച്ചത്. കാരണം മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാനുള്ള സംവിധാനങ്ങൾ തോട്ടപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാം ലക്ഷങ്ങൾ കോടികൾ ചെലവാക്കി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തെ അപകടം വന്ന അവസരത്തിൽ അത് അന്വേഷിച്ച് ചെല്ലണമെന്ന് പറയുമ്പോൾ അവിടെ അതിനുവേണ്ട ആളുകളൊന്നും ഉണ്ടായില്ല. ആ ബോട്ടുകളും മറ്റും അതിന്റെ പ്രവർത്തനക്ഷമമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സമയത്ത് പോയിരുന്നുവെങ്കിൽ രക്ഷിക്കാവുന്ന ആ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു പോയ ആ അവസരങ്ങളാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഏകദേശം ഈ 1500ഓളം കപ്പലുകളാണ് ദിനം പ്രതി നമ്മുടെ ആ സമുദ്രത്തിലൂടെ കടന്നു പോകുന്നത്. ഇതിന്റെ ഇടയിൽ കിടന്നുകൊണ്ടാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവനത്തിനുള്ള ആ മാർഗം കണ്ടെത്തുവാനുള്ളത്. ഇവരുടെയൊക്കെ സുരക്ഷ ഉറപ്പുവരുത്തുവാനായിട്ട് നേവി, കോസ്റ്റൽ ഗാർഡ്, മറൈൻ എൻഫോഴ്സ്മെന്റ് തുടങ്ങിയ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമുദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ചരക്ക് കപ്പലുകളെ നിരീക്ഷിക്കുവാനും തക്ക സമയത്ത് നിയമാനുസൃതമായ നടപടികൾ എടുക്കുവാനുമുള്ള ഫലപ്രദമായിട്ടുള്ള സംവിധാനങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഞങ്ങൾക്ക് ഈ പ്രകടനങ്ങളിലൂടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിൽ വയ്ക്കുവാനുള്ളത്. ഈ സംവിധാനങ്ങളുടെയും അതുപോലെ തന്നെ ഈ സംവിധാനങ്ങളുടെയും മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകളുടെയും യൂണിയനുകളുടെയും പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി ഒരു മേൽനോട്ട സംവിധാനം നടപ്പിലാക്കണം. അത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ചിലരുടെ കൈകളിൽ മാത്രം ഇരിക്കുകയാണെങ്കിൽ വേണ്ടത്ര താല്പര്യം എപ്പോഴും കാണിക്കണമെന്നില്ല. നമ്മുടെ കടകളിൽ അപകടങ്ങൾ സംഭവിക്കുന്ന അവസരത്തില് ഈ ഉദ്യോഗസ്ഥന്മാരെക്കാളും എപ്പോഴും ഇവരെ തെരഞ്ഞു പിടിച്ച് രക്ഷപ്പെടുത്തുവാനായിട്ട് ജീവൻ പണയം വെച്ച് പോകുന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. അവരെ തന്നെ ഇതിനുവേണ്ടി നിയമിക്കാമെന്ന് സർക്കാരിന്റെ വാഗ്ദാനങ്ങളുണ്ട്. ഇത് ദീർഘിച്ചു പോകരുത്, ഉടനെ തന്നെ നടപ്പിലാക്കുവാനുള്ള കാര്യമാണ് എന്ന് സർക്കാരിനെ ഞങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റ് ഉൾപ്പെടെ ആധുനിക വാർത്താവിനിമയ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി മത്സ്യത്തൊഴിലാളികൾക്ക് വിവരങ്ങൾ നൽകാനും അപകടങ്ങൾ ഉണ്ടായാൽ കണ്ടെത്തുന്നതിനും സഹായിക്കത്തക്ക വിധത്തിൽ ഒരു ഹോട്ട്ലൈൻ സംവിധാനം ഏർപ്പെടുത്തുവാനും എത്രയും വേഗം ഉത്തരവാദിത്വപ്പെട്ടവര് മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ 14 നോട്ടിക്കൽ മൈൽ വരെ ഉള്ളവർക്ക് GPR നൽകാനും 30 നോട്ടിക്കൽ മൈൽ വരെ ഉള്ളവർക്ക് VHF റേഡിയോ സംവിധാനം ഉണ്ടാക്കുമെന്നും അതിനപ്പുറത്തെ സാറ്റലൈറ്റ് സംവിധാനം എന്നുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ സാറ്റലൈറ്റ് സംവിധാനത്തിൽ ഒന്നുകൊണ്ട് മാത്രമേ ഇതെല്ലാം കാര്യക്ഷമമായിട്ട് നടപ്പിലാകൂ എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇത് സുഗമമാക്കുവാനുള്ള, എല്ലാവരെയും ഈ സാറ്റലൈറ്റ് സംവിധാനത്തിൽ ഉൾപ്പെടുത്തുവാനുള്ള
ഒരു പദ്ധതി എത്രയും വേഗം ആവിഷ്കരിക്കണമെന്ന് മാത്രമല്ല, ബീക്കൺ എല്ലാ ഔട്ട്ബോർഡ് മോട്ടോർ യാനങ്ങൾക്ക് നൽകണം. ഇപ്പൊ ഏതാണ്ട് നൽകാമെന്ന് പറഞ്ഞിട്ട് 1300 പേരോളം മാത്രമേ ഇതിനകം നൽകിയിട്ടുള്ളൂ. 30,000 പേർക്ക് നൽകാമെന്ന് പറയുന്നു. അതുപോലെ ഔട്ട്ബോർഡ് മോട്ടോർ യാനങ്ങൾക്കെല്ലാം ബീക്കൺ നൽകി അവരുടെ ആ സുരക്ഷ ഉറപ്പാക്കുവാനായിട്ടും സർക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ചരക്ക് കപ്പലുകളുടെയും അതുപോലെ തന്നെ ചരക്ക് കപ്പലുകളുടെ ില്ല